അപ്പോൾ നമ്മൾ +2-ൻ്റെ മോഡ്യൂൾ 2 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ചാപ്റ്റർ 27 നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് എടുക്കാനുള്ളത് ചാപ്റ്റർ 28 ആണ്, അനലൈസിങ് ടേൺസ് ഇൻ ടെലിഫോണിങ്. അതായത് ചാപ്റ്റർ 27-ൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. 4th ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു ഓഫർ ഹെൽപ്പ് വൈൽ സ്പീക്കിംഗ് ത്രൂ ടെലിഫോൺ? അതായത് ടെലിഫോൺ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഹെൽപ്പ് എങ്ങനെ ഓഫർ ചെയ്യാമെന്നാണ് ചോദ്യം. ആൻസർ, വൈൽ സ്പീക്കിംഗ് ത്രൂ എ ടെലിഫോൺ യു ക്യാൻ ഓഫർ ഹെൽപ്പ് ബൈ സേയിങ്. അതായത് ടെലിഫോണിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഓഫർ ചെയ്യാമെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ, ക്യാൻ ഐ ഹെൽപ്പ് യു. സെക്കൻഡ് വൺ, മേ ഐ ഹെൽപ്പ് യു. തേർഡ് വൺ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. ഫോർത്ത് വൺ, ഹൂ ഷാൾ ഐ കാൾ ഓൺ ദ ലൈൻ. ഫിഫ്ത്ത് വൺ, ഈസ് ദർ എനി പെർട്ടിക്കുലർ പേഴ്സൺ യു വാണ്ട് ടു സ്പീക്ക് ടു. അതായത് നമുക്കറിയാം ക്യാൻ ഐ ഹെൽപ്പ് യു, മേ ഐ ഹെൽപ്പ് യു, നിങ്ങളെ സഹായിക്കട്ടെ. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്. ഹൂ ഷാൾ, അതായത് കാൾ ഓൺ ദ ലൈൻ, ആരാണ് ചെയ്തു തരേണ്ടത്. ദെൻ ഈസ് ദർ എനി പെർട്ടിക്കുലർ പേഴ്സൺ യു വാണ്ട് ടു സ്പീക്ക്, നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കേണ്ടതായിട്ടുണ്ടോ. ഇങ്ങനെ 5 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2, ഹൗ എ റിസപ്ഷനിസ്റ്റ് ടേക്ക് ഡൗൺ എ മെസ്സേജ്. ഒരു റിസപ്ഷനിസ്റ്റ് ഇങ്ങനെ ടെലിഫോണിലൂടെ കമ്മ്യൂണിക്കേഷനിലൂടെ മെസ്സേജ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നാണ്. ആൻസർ, ദ റിസപ്ഷനിസ്റ്റ് ടേക്സ് ഡൗൺ എ മെസ്സേജ് ബൈ ആസ്കിങ്. അതായത് ഒരു കാര്യം കുറച്ച് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് ടേക്ക് ചെയ്യേണ്ടതെന്നാണ്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ഫസ്റ്റ് വൺ, വിൽ യു ലീവ് എ മെസ്സേജ് ബിഹൈൻഡ്. മേ ഐ ടേക്ക് എ മെസ്സേജ് പ്ലീസ്. Would you like to talk to someone else in the department? Would you care to leave a message? ഈ 4 രീതിയിൽ ചോദിക്കാമെന്നാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് വൺ, വിൽ യു ലീവ് എ മെസ്സേജ് ബിഹൈൻഡ്, അതായത് എന്തെങ്കിലും മെസ്സേജ് നിങ്ങൾ തരുന്നുണ്ടോ. മേ ടേക്ക് എ മെസ്സേജ് പ്ലീസ്, എന്തെങ്കിലും മെസ്സേജ് ഞാൻ എടുക്കേണ്ടതായിട്ടുണ്ടോ. ദെൻ വുഡ് യു ലൈക്ക് ടു ടോക്ക് ടു സമ്മൺ എൽസ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ടോ. ദെൻ വുഡ് യു കെയർ ടു ലീവ്, അതായത് നിങ്ങൾക്കൊരു മെസ്സേജ് ഇടാൻ താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ. ഇങ്ങനെ 4 രീതിയിൽ റിസപ്ഷനിസ്റ്റിന് ചോദിക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 3, ഹൗ ക്യാൻ എ റിസപ്ഷനിസ്റ്റ് ഒബ്റ്റെയിൻ കോളേഴ്സ് നെയിം. അതായത് ഒരു റിസപ്ഷനിസ്റ്റ് എങ്ങനെയാണ് വിളിക്കുന്ന ആളുടെ പേര് ചോദിക്കേണ്ടതെന്നാണ്. ദ റിസപ്ഷനിസ്റ്റ് ക്യാൻ ഒബ്റ്റെയിൻ കോളേഴ്സ് നെയിം ബൈ ആസ്കിങ്. അതായത് വിളിക്കുന്ന ആളുടെ പേര് കണ്ടുപിടിക്കാൻ അവർ എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നാണ്. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പ്ലീസ് മേ ഐ നോ ഹൂ ഈസ് കോളിംഗ്. Second one, may I have your name please. Third one, may I ask who is calling. Fourth one, who shall I say is calling sir. Fifth one, from where are you speaking sir. 5 രീതിയിലാണ്. ഒന്ന്, പ്ലീസ് മേ ഐ നോ ഹു ഈസ് കോളിംഗ്, എനിക്ക് പറയൂ, അതായത് ആരാണ് അപ്പുറത്തെന്ന് എനിക്ക് പറയുമോ എന്ന് ചോദിക്കാം. ദെൻ മേ ഐ ഹാവ് യുവർ നെയിം പ്ലീസ്, എനിക്ക് നിങ്ങളുടെ പേര് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാം. മേ ഐ ആസ്ക് ഹു ഈസ് കോളിംഗ്, ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആരാണ് വിളിക്കുന്നതെന്ന് ചോദിക്കാമല്ലോ അല്ലേ എന്ന് ചോദിക്കാം. ദെൻ ഹു ഷാൾ ഐ സേ ഈസ് കോളിംഗ് സർ, അതായത് ആരാണ് വിളിക്കുന്നതാണ് ഞാൻ പറയേണ്ടത് എന്ന് ചോദിക്കാം. ദെൻ ഫ്രം വേർ ആർ യു സ്പീക്കിംഗ് സർ, എവിടെ നിന്നാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കാം. ഇങ്ങനെ 5 രീതിയിൽ ചോദിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റെപ്സ് എ റിസപ്ഷനിസ്റ്റ് ഫോളോ വെൻ ഹി ഓർ ഷീ റിസീവ്സ് എ കോൾ. അതായത് ഒരു കോൾ റിസീവ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ, വെൻ എ റിസപ്ഷനിസ്റ്റ് റിസീവ്സ് കോൾ he or she undergoes the following steps. അതായത് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റെപ്സുകളാണ് അവർ പാലിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്രീറ്റ്സ് ആൻഡ് ഗീവ്സ് ഐഡൻറ്റിറ്റി. സെക്കൻഡ് വൺ, ഓഫേഴ്സ് ഹെൽപ്പ്. തേർഡ് വൺ, ഒബ്റ്റെയിൻ കോളേഴ്സ് നെയിം. ഫോർത്ത് വൺ, അക്നോളജ് ദ കോൾ. ഫിഫ്ത്ത് വൺ, എ ഗീവ്സ് എ മെസ്സേജ് ആൻഡ് ആസ്ക് ഇഫ് വില്ലിംഗ് ടു റിസീവ്. അതിൽ തന്നെ വരുന്ന ബി, apologize to the caller. C, takes down a message. D, connects the parties. അപ്പോൾ ഏതിന് 5 എണ്ണം വരുന്നത്. 5-ൽ തന്നെ ABCD പറഞ്ഞ 4 എണ്ണവും വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഗ്രീറ്റ്സ് ആൻഡ് ഗീവ്സ് ആൻഡ്, അതായത് ഗ്രീറ്റ് ചെയ്ത് അതിൽ ഗുഡ് മോർണിംഗ് സർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്ക് കൊടുക്കാം. ഓഫേഴ്സ് ഹെൽപ്പ്, അതായത് ഹെൽപ്പ് ഓഫർ ചെയ്തിട്ട് നമുക്ക് അന്വേഷിക്കാം. ദെൻ ഒബ്റ്റെയിൻ കോളേഴ്സ് നെയിം, അതായത് കോളേഴ്സ് നെയിം അന്വേഷിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ദെൻ റിസീവ് ചെയ്യുമ്പോൾ, അതായത് കോൾ റിസീവ് ചെയ്യുമ്പോഴാട്ടോ പറയുന്നത്. ദെൻ അക്നോളജസ് ദ കാൾ, അത് കോളിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ദെൻ ഗീവ്സ് മെസ്സേജ് ആൻഡ് ആസ്ക് ഇഫ് വില്ലിംഗ് ടു റിസീവ്, അതായത് അവർക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ എന്നുള്ളത് നമുക്ക് ചോദിക്കാം. പിന്നെ അപ്പോളജൈസ് ടു ദ കോളർ, കോളറോട് അപ്പോളജൈസ് ചെയ്യാം, അതായത് ക്ഷമാപണം എന്തിലെങ്കിലും വേണമെങ്കിൽ.
ടേക്സ് ഡൗൺ എ മെസ്സേജ്, ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ എഴുതിയെടുക്കുക. കണക്ട്സ് ദ പാർട്ടീസിനെ കണക്ട് ചെയ്യാം. ഈ 5 രീതിയിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് വേണം ഒരു റിസപ്ഷനിസ്റ്റ് ഒരു കോള് റിസീവ് ചെയ്യാനെന്നാണ് പറയുന്നത്. അപ്പോൾ ചാപ്റ്റർ 28 വരുന്നത് അനലൈസിങ് ടേൺസ് ഇൻ ടെലിഫോണിങ് എന്നുള്ളത് ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ വരുന്നത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് കാണാം. താങ്ക്